അങ്ങനെ മമ്മൂട്ടി സ്റ്റാർ ചെയ്യുന്ന ടർബോയുടെ ട്രെയിലർ ഇറങ്ങി 9 മണിക്ക്. ഒരു ഒന്നാന്തര മാസ് ഫിലിമാണ്. നമുക്ക് ഒരു മാസ് പടം ചെയ്തിട്ട് കുറേ നാളായി. ഇതൊരു നാടൻ മച്ചാൻ റോളായിരിക്കും. കഴിഞ്ഞ കുറേ നാളായിട്ട് മമ്മൂക്ക ചെയ്തത് ആക്ടിങ് കൊണ്ട് റോൾസായിരുന്നു, ക്ലാസ് ഫിലിംസായിരുന്നു. മമ്മൂട്ടിയുടെ ആൾ സ്റ്റാർഡും നടന്നിലും ആക്ടറും സ്റ്റാർഡും രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതായത് കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെ കോമ്പിനേഷനാണ് പറയും. പടം അടിപ്പടമാണ്. കാരണം ഇങ്ങനത്തെ ഫുൾ അടിപ്പടം വരുന്നത് ലാലേട്ടൻ്റെ ആണ്. വൈശാഖാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊണ്ട് പുലിമുരുകൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. മമ്മൂക്കയുടെ ഒരു സിനിമയും 100 കോടി ക്രോസ് ചെയ്തിട്ടില്ല. 150-200 കോടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വില്ലന്മാരിലുണ്ട്. പക്ക അടിപ്പടം, മാസ് പടമാണ്. ഇത്രനാൾ പുള്ളി അഭിനയിച്ച് കുറേ ഇതായിരുന്നു, ക്ലാസ് പടങ്ങളായിരുന്നു, അഭിനയമായിരുന്നു. ഇപ്പോൾ ബസൂക്കയും കുറച്ചൊരു ആക്ഷൻ പടമാണ്, പക്ഷേ അത് സ്റ്റൈലിഷ്ടാണ്. ഭീഷ്മമാണ്. ഇത് വേണം നാടൻ, പക്ക നാടൻ റോൾ, അച്ചായൻ റോളാവും. അച്ചായൻ റോള് മമ്മൂക്ക കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല മമ്മൂട്ടി ഫാൻസിന് നല്ല ട്രീറ്റായിരിക്കും. പക്ഷേ മമ്മൂട്ടി ഫാൻസാണ് അവർ മാസ് പടത്തിൽ മാത്രമല്ല എല്ലാ പടവും പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ലാലേട്ടൻ്റെ ഫാൻസ് അങ്ങനെയല്ല, മാസ് പടം മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു. ഫാൻസ് പോലെ ഉണ്ട്. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു പക്ക മാസ് ഫിലിം കണ്ടിട്ട് കുറേ നാളായി. പടം തകർക്കും, ഒരു സംശയമില്ല. റെക്കോർഡ് കളക്ഷനായി. പിന്നെ മമ്മൂട്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയിലെ പടങ്ങളൊന്നും പൊളിയാറില്ല. കാരണം അവർക്ക് നല്ല ഈ പടത്തിന് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഹൈപ്പ് ആവശ്യമുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ആൾക്കാർ, ബുദ്ധിപൂർവ്വം ഫിലിം സെലക്ട് ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് തോന്നുന്നു 150-200 കോടി ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈശാഖ് മമ്മൂട്ടി കോമ്പിനേഷനാണ്. മിഥുൻ മേൽതാമസ സ്ക്രിപ്റ്റ്. മിഥുൻ മേൽതാമസിൻ്റെ പോസ്റ്റർ വരെ പുള്ളിയുടെ അതിനല്ലേ. പുള്ളിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസറിയാം. പിന്നെ കന്നഡയിൽ ആക്ടേഴ്സുണ്ട്, ബാബു ആൻ്റണിയുണ്ട്. എന്തായാലും പടം പക്ക മാസ് പടം, ഇടിപ്പടമായിരിക്കും. ഒരു ഭയങ്കര ഹിറ്റായിരിക്കും.